ക്ലാര ഞാൻ അങ്ങോട്ട് പോവാന്നേ. മോനെ അമ്മയ്ക്ക് മരുന്ന് കൂടെ മേടിച്ചോണ്ട് പോരണേ. ആ മേടിക്കാം. പോയി എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. പോയി. അതെങ്ങനെ അമ്മയുടെ കാര്യം ഓർമ്മയുണ്ട്, എൻ്റെ കാര്യം ഓർമ്മയില്ലല്ലോ. എൻ്റെ അടുത്ത് എന്തു ആവാമല്ലോ. കാണിച്ചു തരാം. ഇവിടെ ഇരിക്കും. വൈകുന്നേരം വരുന്നിടം വരെ ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ അനങ്ങത്തില്ല. ചേട്ടൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല. അമ്മ അങ്ങ് പോയി. മക്കളെ അത് തിരിഞ്ഞു നോക്കാതെ പെടലിക്ക് വേദന ഉണ്ടായിരിക്കും മോനെ. അല്ല, എന്നോടുള്ള സ്നേഹം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് വൈകുന്നേരം വരുന്നിടം വരെ ഞാൻ ഇവിടെ ഇരിക്കും. മോൾ ഇവിടെ ഇരിക്കാതെ കയറി പെരക്കകത്തോട്ട് വാ. ഈ വെയിൽ കൊണ്ട് ഇവിടെ ഇരിക്കാതെ വാ. ഇവിടെ ഇരിക്കും ഞാൻ. എന്നാ നീ അവിടെ ഇരി, ഞാൻ പോവാ. അമ്മയ്ക്ക് പോലും എന്നോട് സ്നേഹമില്ല. ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനവും ഇല്ല. ഇവിടെ ഇരിക്കും ഞാൻ. എന്തൊരു ചൂടാടായി. എനിക്ക് വീട്ടിൽ ഒരു വിലയില്ല. ഞാൻ ഈ വീട്ടിലെ ആരുമല്ല. അമ്മയ്ക്ക് സ്നേഹമില്ല, ആർക്കും സ്നേഹമില്ല. 2 മണിയായി. ഇപ്പം കഴിക്കാൻ വരും. അപ്പം ഞാൻ കഴിക്കാതെ ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിക്കട്ടെ. അനങ്ങത്തില്ല, ഞാൻ കഴിക്കത്തില്ല. ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന എൻ്റെ അടുത്തോട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും പടിയകത്ത് പോകാമെന്ന്. പോകത്തില്ല ഞാൻ. രാവിലെ എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. 3 വട്ടം ഞാൻ തിരിഞ്ഞു നോക്കിപ്പിക്കും. ഇവിടെ ഇരിക്കുവാണോ? വാ. നോക്കിയില്ല, സ്നേഹമില്ല. എന്നെ ഇപ്പോഴും നോക്കിയില്ല. ഞാൻ കാണിച്ചു കൊടുക്കാം. നിക്ക്. നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? കാമദേവനോ? നിങ്ങളുടെ പുറകെ പെണ്ണുങ്ങളെല്ലാരും നടക്കണോ? നടക്കത്തില്ല. എന്നെ അതിന് കിട്ടത്തില്ല. ഞാൻ എത്ര നേരം കൂടെ അവിടെ ഇരിക്കുമെന്നറിയാവോ? എന്നെ ഒന്ന് മൈൻഡ് ചെയ്തോ? ഇല്ലല്ലോ. അടിച്ചിട്ട് പോയേക്കുന്നു. ഞാൻ കൂടെ ആരാ? എന്താണ് നിനക്ക് വയ്യേ? ഞാൻ വരുത്തിക്കും നിങ്ങളെ. പുറകെ വരുത്തിക്കും. കണ്ടോ നിങ്ങള്? സൈക്കോസിന്റെ പല രൂപാന്തരം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഉണങ്ങിയ കാമദേവൻ എന്നെ ഇറക്കി വിട്ട്. കാണിച്ചു തരാം പക. അത് വീട്ടാനുള്ളതാ. കാണിച്ചു തരാം. ഒരു സ്നേഹവും ഇല്ല. എനിക്ക് എന്തെങ്കിലും ഒരു വില തരുന്നോ? പുറകെ വരട്ടെ. സമ്മതിക്കത്തില്ല. ഞാൻ പോകത്തില്ല. എൻ്റെ കോലെ പിടിക്കും. ഞാൻ വരത്തില്ല. ഉറപ്പാ. ഇത് മാത്രമേ ഉള്ളൂ ഒരു വിഷമം. ഈ വീട്, ഞാൻ വന്നു കയറിയ വീട് വിട്ടു പോന്ന്. സാരമില്ല, വിഷമിക്കണ്ട. അയാളെ കെട്ടാൻ ഞാൻ വരെ സമ്മതിക്കത്തില്ല. നോക്കിക്കോ, അയാളെ അനുഭവിപ്പിക്കും, നരകിപ്പിക്കും ഞാൻ. എൻ്റെ അച്ഛൻ്റെ റബ്ബർ ഷീറ്റ് വെട്ടി ഉണക്കാൻ ഇട്ടേക്കുവാ. വേഗം ഉണങ്ങ. 5 പൈസ ഞങ്ങൾക്ക് കൊടുക്കത്തില്ല. നോക്കിക്കോ, ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മൊത്തം പൈസ ഞാൻ ജീവാംശമായിട്ട് എടുക്കും ഞാൻ. എൻ്റെ ചെടി, അയ്യോ എൻ്റെ തുളസി. ഞാൻ വെള്ളം ഒഴിച്ച് വളർത്തി എൻ്റെ സ്വന്തം തുളസി വരണ്ടിരിക്കുന്നു. ഇനി നിനക്ക് ആരും കാണത്തില്ല. പിടിച്ചങ്ങ് കളഞ്ഞാലോ? വേണ്ട. കൊണ്ടുപോയാലോ? വേണ്ട. അതും വേണ്ട. പാര എടുത്തോണ്ട് പോകാൻ വയ്യ. അത്ര ദൂരം പോകണ്ടേ? എൻ്റെ അച്ഛൻ്റെ മഞ്ഞൾ, അച്ഛൻ കൊടുത്ത മഞ്ഞളെല്ലാം കൂടെ നട്ടേക്കോ ഞാൻ കിഴിച്ച് മോണോനെ ഓടിച്ചോണ്ടല്ലോ. കുരുമുളക്, എൻ്റെ കുരുമുളക് എൻ്റെ അയ്യത്താണല്ലോ നിൽക്കുന്നത്. അവിടെ നോക്കിക്കോ, ആരും സമാധാനത്തോടെ ജീവിക്കത്തില്ല. നോക്കിക്കോ, എൻ്റെ പുറകെ വന്ന് കോല് പിടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് അയാളോട് കാമദേവനാന്നാ വിചാരം. എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടായോ? ഒരിക്കലും അയാൾ എന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ഇത് ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അച്ഛാ, അമ്മേ, അച്ഛാ, അയാൾ എന്നെ ഇറക്കി വിട്ട അച്ഛാ. എനിക്ക് ആരുമില്ല അച്ഛാ. പാട്ടി എന്നെ ഇറക്കി വിട്ട അച്ഛാ. ഞാൻ പൊട്ടിലാക്ക തുറക്കാൻ. ഇന്നെന്താ വിഷയം? അയാൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയില്ലേ? ആര്? എന്റെ ഭർത്താവ് എന്നെ തിരിഞ്ഞു നോക്കിയില്ല ജോലിക്ക് പോകാൻ നേരം. അതെന്തൊരു മര്യാദകേടാ. അവള് യാത്ര അയക്കുമ്പോൾ അവനൊന്നും തിരിഞ്ഞു നോക്കിക്കൂടായോ? നീ ആവശ്യമില്ലാതെ അവളെ സപ്പോർട്ട് ചെയ്യരുത്. അയ്യോ, എന്തോ സപ്പോർട്ട് ചെയ്തെന്നാ? അവളുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും അവൻ ചെയ്യേണ്ടത് അവൻ തന്നെ ചെയ്യണ്ടായോ? അവൻ എന്തെങ്കിലും ധൃതി വന്നിട്ട് ഇറങ്ങി പോയായിരിക്കും. മക്കളെ, അത് ശരിയാ.
അവൻ ധൃതി പിടിച്ചായിരിക്കും പോയി. ജോലിക്ക് പോയതല്ലയോ മക്കളെ, നിനക്ക് ഇതൊക്കെ ക്ഷമിച്ചുകൂടായോ? ഇത് പെമ്പിള്ളേരല്ലയോ ഇത്? അപ്പൊ ധൃതിക്ക് പോയി എന്നെ തിരിഞ്ഞു നോക്കത്തില്ലല്ലോ. അങ്ങനെ തിരിഞ്ഞു നോക്കാത്ത ഒരാൾ നാളെ ഞാൻ വയ്യാതെ കിടക്കുമ്പോൾ എന്നെ തിരിഞ്ഞു നോക്കുന്ന എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? ആ ശരിയല്ലയോ ഇത്? ആ ചെറുക്കൻ ഇപ്പൊ നോക്കിയില്ലേ നാളെ എന്റെ കൊച്ചിനെ നോക്കുന്ന എന്തു ഉറപ്പ്? നീ ആ ഇവളെ വളർത്തി ഇത്ര വഷളാക്കി വെച്ചേക്കുന്നത്. അയ്യോ ഞാൻ എന്താ വഷളാക്കിയെന്നാ? എന്താ വഷളാക്കിയെന്നോ? അവളെല്ലാം അറിഞ്ഞും കണ്ടും തന്നെ നടക്കുന്നേ. അവൻ ചെയ്യേണ്ടത് അവൻ തന്നെ ചെയ്യണം. അതേപോലെ നാട്ടുകാർ ചെയ്യുമോ ഇത്? ഒരു പെണ്ണെ കടിച്ചിട്ട് ചെറുക്കൻ്റെ ഉത്തരവാദിത്തമല്ലേ നോക്കുക എന്നുള്ളത്? ആ ചെറുക്കൻ അല്ലേ പണ്ട് നല്ല പയ്യനാ അവന്. അവൻ നല്ല പയ്യനാ. ഞാൻ പറയുമായിരുന്നു മക്കളെ, മക്കൾ നല്ല പയ്യനാ. ഇവരെന്തിനാ ഈ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ വീട്ടിലിങ്ങനെ വരുന്നേ? ക്ലാര വന്നേ. ഞാൻ വരത്തില്ല. ക്ലാര വരാനാ പറഞ്ഞത് എൻ്റെ അടുത്ത്. ഞാൻ വരത്തില്ലെന്നാ പറഞ്ഞത്. എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഞാൻ വരത്തില്ല. ഞാൻ വരാനും പോകുന്നില്ല. എനിക്ക് ഇവിടെ ഇഷ്ടം. എൻ്റെ അച്ഛൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ വരത്തില്ല. എൻ്റെ അച്ഛൻ രാവിലെ പോയി എനിക്ക് നല്ല ധൃതി ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ പെടലിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ആ കണ്ടോ, ആ ചെറുക്കന് പെടലി വേദനയാ. ഇതൊക്കെ എന്താ പെണ്ണ നിനക്ക് മനസ്സിലാവാത്തേ? പിന്നെ ആരെ മനസ്സിലാക്കുന്നു ഇതൊക്കെ? എടി സോറി, നീ വാ ഒന്ന്. അത് പോരാ. എൻ്റെ കൂടെ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം. എന്നാ പിന്നെ ചെറുക്കൻ ജോലിക്ക് പോകണ്ട, നിന്റെ കൂടെ അങ്ങ് ഇരിക്കട്ടെ. നിനക്ക് നാളെ എപ്പോഴാണ് പോകണ്ടേ? അതെനിക്ക് 2 മണിയായിട്ട് പോയാൽ മതി. 2 മണിക്ക് പോയാൽ മതി. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ 2 പേരും കൂടെ സിനിമയ്ക്ക് പോകും. ശരി, ഞാൻ കൊണ്ടുപോകാം. ബാ. കൊണ്ടുപോകോ? 2.5 മണിക്കൂർ കിട്ടും നിനക്ക്. ബാ. എൻ്റെ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും നിസ്സാര കാര്യത്തിന് ഇറങ്ങി ഇങ്ങോട്ട് ചാടി വന്ന് എന്തൊരു നാണക്കേട്. ആൾക്കാർ കണ്ട എന്തോ പറയും. പിന്നെ അല്ലാതെ എന്തോ അമ്മ തുറച്ചു നോക്കുന്നത്? സ്വന്തം മോള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇവിടെ വന്ന് കരഞ്ഞു പറയുമ്പം മോളെ ഇരുന്ന് കൈകൊട്ടി ആഘോഷിപ്പിക്കുന്നു. കൊള്ളാം, അമ്മയുടെ മനസ്സ് കൊള്ളാം. ഇത്രയും ഒരു ദൂഷിപ്പ്. ചേട്ടാ ഒരു തുള്ളി വെള്ളം ഒന്നുമില്ല ചേട്ടാ, എനിക്ക് ഒരു തുള്ളി വെള്ളം. എന്റെ ചേട്ടനെ പറ്റി കുറ്റങ്ങളോ? അമ്മ അച്ഛ അമ്മ നിലയ്ക്ക് നിർത്തച്ഛ. കൊള്ളാം, ഇനി ഞാൻ മേലെ വീട്ടിലോട്ട് വരത്തില്ല. മടുത്തു. എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മയാണ് പോലും അമ്മ. അല്ലേ ആ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടോ? കേട്ടു, എല്ലാം ഞാൻ കേട്ടു. അന്നേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ അവളെടുത്ത് തലയെ വെക്കരുത്, അവളെ തലയെ തന്നെ ടൂർ വന്നു. അപ്പൊ കേട്ടല്ലോ, നീ കൊഞ്ചിച്ച് അവളെ വഷളാക്കിയത് അനുഭവിച്ചോ? ഒരു കൊച്ചല്ലേ ഉള്ളായിരുന്നു. ആ അതിൻ്റെ ഇട്ടായിരുന്നു. രാവിലെ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് ഉറപ്പാണോ? രാവിലെ നമുക്ക് പോകാം. 10:30 ഷോയ്ക്ക് പോയാൽ പോരായോ? ആ മതി. ഈ നിസ്സാര കാര്യത്തിനൊക്കെ എന്തോ തന്നെ ചാടി നിന്റെ വീട്ടിലോട്ട് വരുന്നത് നീ? എനിക്ക് വിഷമം. എന്നെ തിരിഞ്ഞു നോക്കാതെ ഇനി എപ്പോഴും എന്നെ തിരിഞ്ഞു നോക്കണം. എൻ്റെ പൊന്നുമോളെ തിരിഞ്ഞു നോക്കാഞ്ഞല്ലേ, എനിക്ക് അർജന്റായിട്ട് പോകണോണ്ടാ. അത് മാത്രമല്ല നാണക്കേടാ നാട്ടുകാരുണ്ട്. ഒരു വീടിന് അപ്പുറത്തുനിന്ന് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ചാടി ഇങ്ങോട്ട് വരുമോ? എന്തൊരു മോശം അത്. ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. എന്നെ ഇങ്ങോട്ട് വിടല്ലേ ഏട്ടാ. ഇവിടെ ഉള്ളവരൊന്നും അവിടുത്തെ അത്ര നല്ലതൊന്നും അല്ല. രാവിലെ സിനിമയ്ക്ക് പോകാം. ബാ. ചേട്ടാ ഒന്ന് വേഗം ആട്ടെ കേട്ടോ. ഇപ്പൊ ചെന്നാലേ അവിടെ എത്തത്തുള്ളൂ. ഇത്ര നേരം കൊണ്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുവോ? അമ്മേ എവിടെ എത്തത്തുള്ളന്നാ? നമുക്ക് സിനിമയ്ക്ക് പോകണ്ടേ? നിങ്ങൾ റെഡി ആയില്ലേ? എന്തോ റെഡിയാവാനാ? ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞില്ലേ വീട്ടിൽ വെച്ച് തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണോന്ന് രാവിലെ? അയ്യോ ഞാൻ വിട്ടുപോയി. പടം ഹൗസ്ഫുൾ, ടിക്കറ്റ് കിട്ടാനില്ല. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. എനിക്ക് അപ്പോഴേ അറിയാം നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. നിങ്ങൾക്ക് എന്നെ എങ്ങും കൊണ്ടുപോകാൻ താല്പര്യമില്ല. എന്റെ പൊന്നെ ടിക്കറ്റ് ഹൗസ്ഫുൾ ആണ്, ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്. ടിക്കറ്റ് നോക്കിയാലല്ലേ ഹൗസ്ഫുൾ ആണോ ഇല്ലയോ എന്ന് അറിയോ? നിങ്ങൾ മനഃപൂർവ്വം ടിക്കറ്റ് നോക്കാഞ്ഞതാ. എടി ഞാൻ നോക്കിയെടി, ഞാൻ ഇല്ലാത്തടത്ത് ഇനി തിയേറ്റർ ഓണറെ വിളിച്ച് ബുക്ക് ചെയ്യാൻ പറ്റുമോ? എന്റെ പട്ടാഴി അമ്മയാണെ നോക്കിയേ. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. എനിക്ക് അപ്പോഴേ അറിയാം. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. നിങ്ങൾ എൻ്റെ കാലെ പിടിക്കും, വന്ന് നോക്കിക്കോ, കാലെ പിടിക്കും. അല്ലെങ്കിലും എനിക്കറിയാം അച്ഛനമ്മമാരേ ഉള്ളൂ മക്കൾക്ക്. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഇനി ഞാൻ മേലെ വരത്തില്ല ഇങ്ങോട്ട്. പോ. എന്റെ പട്ടാഴി അമ്മ. ഹൗസ്ഫുൾ ആയി പോലും. ഹൗസ്ഫുൾ ബുക്ക് ചെയ്താലേ അറിയൂ. ബുക്ക് ചെയ്തിട്ടില്ല. എനിക്കറിയാം എന്നെ ഇന്നും കൊണ്ടുപോകാൻ താല്പര്യമില്ല. കൊണ്ടുപോണ്ട. നേരത്തെ തിരിഞ്ഞു നോക്കിയില്ല, ഇപ്പോൾ കൊണ്ടുപോയില്ല. ഞാൻ നാണക്കേടായിരിക്കും. നാണക്കേട്. എനിക്ക് വയ്യ. എനിക്ക് മടുത്ത്. എത്ര നാളുകൊണ്ട് ഞാൻ സഹിക്കുമോ? എത്ര നാളുകൊണ്ട്. ഈ വീട് ഓർക്കും മാത്രമുള്ള വിഷമം. പക്ഷെ ഞാൻ പോവാ. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയേ ഉള്ളൂ. അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ കാണത്തുള്ളൂ ജീവിത അവസാനം വരെ. ഭർത്താവൊക്കെ 2ാം കട, ഒന്നും കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല എൻ്റെ കൂടെ. സാരമില്ല. വീണ്ടും ഷീറ്റ്. എൻ്റെ അച്ഛൻ്റെ ഷീറ്റ് വേഗം ഉണങ്ങ്. ജീവാംശം വാങ്ങിക്കാനുള്ളതാ. ഡിവോഴ്സായിട്ട് ഇടം ജീവാംശം വാങ്ങിക്കും. എൻ്റെ സ്വത്തെല്ലാം കൂടെ എടുത്ത് അടിച്ചുണക്കെ പരത്തി. വീണ്ടും എൻ്റെ തുളസി. ഞാൻ വെള്ളം ഒഴിച്ച് തുളസി ഇന്ന് ഞാൻ കൊണ്ടുപോകും. വേണ്ട, വീട്ട ജോലി ചെയ്യാൻ വയ്യ. എൻ്റെ അച്ഛൻ്റെ മഞ്ഞൾ, ഭിത്തി, പായല്, അരമതില്. വിട്ടുപോകും. വിഷമം വെച്ച് ഞാൻ പോവും. ആരും എൻ്റെ പുറകെ വരണ്ട കുരുമുളക് എൻ്റെ. തിരിച്ചു പോയാലും വേണ്ട, വരട്ടെ. എൻ്റെ പുറകെ വന്ന് കോല് പിടിച്ചാലും ഞാൻ ഈ വീട്ടിലോട്ട് ഇനി ഞാൻ കയറത്തില്ല.
ജീവിക്ക് സിനിമയ്ക്ക് കൊണ്ടുവച്ച് ഭാര്യ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുവരാൻ എന്തോ കുഴപ്പം എന്താ ഇതുപോലെ വൃത്തിയുടെ സ്വഭാവമുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്ത് ബെറ്ററാ. അച്ഛാ അമ്മേ പിന്നെ എന്നെ ഇറങ്ങി വിട്ടമ്മേ, ഞാനിനി പോകത്തില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ പോകത്തില്ല അച്ഛാ അമ്മേ. ഇന്നെന്താ പ്രശ്നം? ഇന്ന് ഞാൻ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ല. എന്താ കൊണ്ടുപോകാൻ? ഇന്നലെ ഇവിടെ വെച്ചല്ലേ പറഞ്ഞ സിനിമയ്ക്ക് കൊണ്ടുവന്നു. ഞാൻ അവരെ കുളിച്ച് റെഡിയായി സോഫയിൽ ഇരുന്നപ്പോൾ അങ്ങനെ കുളിച്ച് റെഡിയായി എൻ്റെ അടുത്ത് വന്ന് പറയുക ഹൗസ്ഫുൾ ആണെന്ന്. എന്റെ മോളെ അത് ഹൗസ്ഫുൾ ആയിരിക്കും. അവിടെ ലാലേട്ടൻ്റെ പടമല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ടിക്കറ്റ് ആയിട്ട് കാണത്തില്ല. എന്ത് ഹൗസ്ഫുള്ള്? ഒരു തിയേറ്ററിൽ മാത്രമല്ലേ ഉള്ളൂ ഹൗസ്ഫുൾ ആയത്? വേറെ എത്രയോ തിയേറ്റർ കിടക്കുന്നു. അവളെ കൊണ്ടുപോയി കൂടായിരുന്നോ? അവ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും അവളെ? ഞാൻ പോകത്തില്ല അച്ഛാ. എന്റെ സ്നേഹം എന്തോന്ന് ഇതുവരെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് സ്നേഹം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? അവിടെ ഇട്ട് കുത്താൻ ഉണ്ടോ? അച്ഛാ അമ്മ, ഞാൻ ഒരു കാര്യം പറയുക. നിസ്സാര കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കി വെറുതെ ഇങ്ങനെ ഇറങ്ങി വരുക. അത് ഒരു ഉള്ളി തൊലിച്ച കാര്യത്തിന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വരുന്നത്. എടാ ഇന്നലെ അല്ലേടാ നീ എന്റെ കൊച്ചിനെ സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത്? അത് കൊണ്ടുപോകാത്തോടെ എന്റെ കുഞ്ഞു വന്നേ. എൻ്റെ അമ്മയെ ഹൗസ്ഫുൾ അല്ലയോ മേഷോ? ഹൗസ്ഫുള്ളാ മോളെ. ഇതിന് കുറച്ചെങ്കിലും ആ ചെറുക്കനെ ഒന്ന് മനസ്സിലാക്കി കൂടായോ? ആ പ്രശ്നം അതോടെ അങ്ങ് തീരത്തില്ലയോ? ഞാൻ പോവത്തില്ല. എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹമില്ലാത്ത മനുഷ്യൻ്റെ കൂടെ ഞാൻ പോവത്തില്ല. ഞാൻ ഈ വീട്ടിൽ കിടക്കും, എന്റെ വീട്ടിൽ കിടക്കും. ഈ മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ്റെ കൂടെ ഞാൻ പോവത്തില്ല. ഇപ്പൊ കിടത്താ ഇവിടെ. പിന്നെ കേടില്ല അതിന്. നീ ഒറ്റ ഒരുത്തിയാണ് ഇവിടെ വളർത്തി വഷളാക്കി വെച്ചിരുന്നു. ഒന്നേ ഉള്ളൂ പറഞ്ഞ് കൊഞ്ചിച്ച് വഷളാക്കി. എടി അമ്മ ഞാൻ പറഞ്ഞു ഒന്നേ ഉള്ളൂ ഉലക്കി കടിച്ച് വളർത്തണമെന്ന് കേട്ടില്ല നീ? ഇന്നും നിന്നെ ഞാൻ കൊല്ലി നമുക്ക് പോവാം. ഇത് നമുക്ക് ചേർന്ന ബന്ധമല്ല, കച്ചറ ഫാമിലിയാ. ഇനി ഞാൻ വിളിക്കത്തില്ല കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഐഡിയ? ഐഡിയ നല്ലതാ. ഒരെണ്ണം കൂടെ കണ്ടുവച്ചു, നാളത്തേക്ക് വേണ്ടി വരും. കല്യാണം കഴിഞ്ഞ് എത്രാമത്തെ വെട്ടവാക്കൾ ആരെ നീ ഇറങ്ങി വരുന്നത്? ഞാൻ മടുത്ത് സത്യം പറഞ്ഞ. ഇനി ഞാൻ സത്യം പറഞ്ഞ വിളിക്കാൻ പറ്റില്ല. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകത്തോണ്ടല്ലയോ? ഇടി സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പടം ഹൗസ്ഫുൾ അല്ലയോ? ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ടിക്കറ്റ് കിട്ടിട്ട് കൊണ്ടുപോകാൻ 2 ദിവസം കഴിയട്ടെ, തിയേറ്ററിൽ റഷൊക്കെ ഒന്ന് മാറട്ടെ. പിന്നെന്തോ ഇതിന് കുഴപ്പം? ഇനി എന്നെ ഒറ്റപ്പെടുത്തല്ലേ. ഞാൻ എവിടാ കുഞ്ഞെ നിന്നെ ഒറ്റപ്പെടുത്തിയത്? നീ ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ല. ഇത് എത്രാമത്തെ വട്ടം എന്നോട് ഇങ്ങനെ പറയുന്നത്? നീ ഇഷ്ടമല്ലത് പിന്നെയും ചാടി ഇങ്ങോട്ട് വരും. അയ്യോ നല്ല മണം. അമ്മ മീൻകറി വെക്കുവാണോ? കൊതിയാവുന്നു. അക്ഷയ് ഡാ. ആരാ മനസ്സിലായില്ല? ക്ലാരേശ്വരി അല്ലേ? ആ അതെ. അക്ഷയ് എന്തി കുളിക്കുവാ. ആരാ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അക്ഷയോട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കല്യാണത്തിനില്ലായിരുന്നു. ഞാൻ യൂറോപ്പിൽ നമ്മുടെ കമ്പനി മീറ്റിംഗ് ആയിട്ട് പോയേക്കുവായിരുന്നു, അതാ മനസ്സിലാവാത്തത്. അല്ല നമ്മുടെ ബാക്കി അനൂപും നിമിഷമൊക്കെ ഉണ്ടായിരുന്ന കല്യാണത്തിന് ഓർക്കുന്നില്ല. അവരെ പരിചയപ്പെടുത്തിട്ടില്ലേ? ഇല്ല. അയ്യോ ഞാനും അനൂപും നിമിഷയും അക്ഷയ് ഞങ്ങളൊക്കെ ഒരു ബാച്ചല്ലേ അവിടെ. ഞങ്ങളാണ് ശരിക്കും കമ്പനിയിലെ ബെസ്റ്റ് ബാച്ച്. അക്ഷയല്ലേ ഞങ്ങളുടെ മെയിൻ. ശരിക്കും ഞങ്ങൾ ഓഫീസിൽ പോകുന്ന ശരിക്കും പറഞ്ഞാൽ ശമ്പളത്തിന് ജോലി ചെയ്യാൻ വേണ്ടിയല്ല, അക്ഷയുടെ തമാശ കേൾക്കാൻ വേണ്ടിയാണ്. അയ്യോ ഞങ്ങൾ ചിരിച്ചിരിച്ചാവും. അതിൻ്റെ നിമിഷയോടെ കൂടണം. അവർ തമ്മിൽ എന്തോ കെമിസ്ട്രി അറിയാവും. അതിപ്പോൾ വർക്കിനാണെങ്കിലും തമാശ പറയാനാലും നമ്മൾ ചിരിച്ചിരി ചൂപ്പാട് വരും. ശരിക്കും ഞങ്ങൾ നിമിഷ അക്ഷയും തമ്മിൽ കെട്ടിക്കാൻ വേണ്ടിയായിരുന്നു പ്ലാനിങ്. അപ്പോഴാവും പറഞ്ഞ ഇവിടെ അരമതിനപ്പുറത്തൊരു പെങ്കൊച്ചുണ്ട്, ചെറുപ്പം തൊട്ടേ പ്രേമമാണ്, അങ്ങനെയല്ലേ കൊച്ചിനെ കെട്ടിയത്. വിഷ്ണു അളിയ എന്തുകൊണ്ട് പതിവില്ല ഇങ്ങോട്ട്? ഓ എന്താ പറയണടാ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നില്ലല്ലോ, അപ്പം ഒന്ന് കേട്ടിട്ട് വന്ന് വിചാരിച്ചു. പുറയിൽ അവളെ കൈ കൊട്ടുന്നുണ്ടോ? വീശി കൊട്ടുന്നുണ്ട്. നീ എന്തോ പറഞ്ഞു? എടാ നിന്റെ നമ്മുടെ നിമിഷയുടെ കാര്യം, നമ്മുടെ ഗ്യാങ്ങിന്റെ കാര്യം. അത് പറയാൻ പറ്റിയ സ്ഥലമാണോടാ ഇത്? അതിപ്പോ പറഞ്ഞെന്ത് പ്രശ്നം? കണ്ടു നിങ്ങൾ നല്ല തമാശക്കാരനാണല്ലേ. ലേശം. നിങ്ങൾ പുളകം കൊള്ളിക്കാറുണ്ടല്ലേ. അയ്യോ പിന്നെ അതേ ഉള്ളൂ, നിമിഷയുടെ കൂടി കഴിഞ്ഞാൽ പിന്നെ പുളകം കൊള്ളിക്കലേ ഉള്ളൂ അവിടെ. ഞാൻ നിന്നോട് തമാശ പറയാറില്ലേ? എന്നാ കൊള്ളിക്ക്, എന്നെ പുളകം കൊള്ളിക്ക്. പണ്ട് ഒരു പാപ്പാനും വടിയും കൂടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. വടി മൂക്കുമുട്ട ആഹാരം കഴിച്ച് പാപ്പാനൊരു ചായ മാത്രമേ കുടിച്ചുള്ളൂ. പക്ഷെ ബില്ല് വന്നപ്പം വടിക്ക് 1 രൂപ പോലും കൊടുക്കേണ്ടി വന്നില്ല. പാപ്പാന് ഫുൾ പൈസ അടയ്ക്കേണ്ടി വന്നു. വടിക്ക് എന്തുകൊണ്ട് ബില്ല് കൊടുക്കേണ്ടി വന്നില്ല? പറ. അറിയത്തില്ല. അവിടെ സ്റ്റിക് നോ ബിൽസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
കൊണ്ടില്ല, പുളകം കൊണ്ടില്ല. നിമിഷ കൊണ്ട പുളകം എനിക്ക് ഇപ്പൊ ഇവിടെ കൊള്ളണം. കൊള്ളിക്ക്. പണ്ടൊരു പടുവൃദ്ധൻ ഹോട്ടലാന്ന് പറഞ്ഞ് ബാർബർ ഷോപ്പിൽ കയറി. ബാർബറോട് ചോദിച്ച് കടിയുണ്ടോന്ന്. ബാർബറിന്റെ കടി. തനിക്ക് എന്നെ പുളക് കൊള്ളിക്കാൻ പറ്റത്തില്ലല്ലേ? അവളെ കൊള്ളിക്കും. എൻ്റെ അടുത്ത് മൊത്തം ബയോളജി, അവളുടെ അടുത്ത് കെമിസ്ട്രി. തന്നെ ഞാൻ എൻ്റെ കാല് പിടിപ്പിക്കും. നീ നിമിഷം കൂടെ എൻ്റെ കുടുംബം നശിപ്പിച്ചത്. പട്ടി. എന്തോടാ ഇത്? ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനാ. തമ്പി കേട്ടോ, ക്ലാരേശ്വരി മോളുടെ പേര് വീടും വസ്തു എഴുതി വെക്കണ്ടായോ? ഇനി എന്തിനാ അവളുടെ പേര് എഴുതിയും കൂടെ വെക്കുന്നത്? അവൾ 24 മണിക്കൂറിനകത്ത് കല്യാണം കഴിപ്പിച്ചു വിട്ടാലും. അത് ശരി, എപ്പോൾ കാണുന്നേരം മതിലയാടി ഇവിടെ എന്തോ ചെയ്യാനാന്ന് പറഞ്ഞാൽ നാട്ടുകാരുണ്ടോ എന്തോ വിചാരിക്കും. ആ ബോധമുണ്ടോ? തള്ളക്ക്? പിന്നെ ഞാനാണോ ചെയ്തേ? നിങ്ങൾക്ക് കണ്ടുകൂടാ ഇതൊക്കെ? പിന്നെ ആരാ ചെയ്തത്? അതിലെ ഒന്നേ ഉള്ളെന്ന് പറഞ്ഞ് വളർത്തി വഷളാക്കിയത് നീ? പിന്നെ ഞാൻ മാത്രമാണല്ലോ, നിങ്ങൾ വളർത്തിയിട്ടില്ല അവളെ? ഇല്ല എടി, അന്ന് തൊട്ട് അവളെ അടിച്ചു വളർത്തണമായിരുന്നു. അവിടെ എന്തെങ്കിലും വിഷയം ഓടി ഇങ്ങോട്ടേക്ക് വന്നോളൂ. നിങ്ങൾക്ക് കൂടെ പറഞ്ഞൂടാ എന്നാ? ഞാൻ പിന്നെ എന്തോ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്? എന്തോ ഞാൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്നെ തിരിഞ്ഞു നോക്കത്തില്ല. എനിക്ക് ഒരു കാര്യങ്ങൾ എനിക്ക് എന്റെ വീടുണ്ട്, എന്റെ വീട്ടുകാരുണ്ട്, എന്റെ നാട്ടുകാരുണ്ട്. ഞാൻ അവിടെ പോയി ജീവിച്ചോളാം. പോയി പോയി പോയി. അച്ഛാ, ഞാൻ എത്ര വട്ടം പറഞ്ഞാ എനിക്ക് ആ വീട്ടിൽ സമാധാനമില്ലെന്ന്? എനിക്ക് ഒരു സമാധാനമില്ല. ഇപ്പൊ അയാളുടെ കൂട്ടുകാരൻ വന്നിട്ട് പറയുക അയാൾക്ക് വേറെ ബന്ധമുണ്ടെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് നേരത്തെ നല്ല സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഓരോന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുന്നത്. എനിക്കറിയാം എന്നെ എപ്പോഴും ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത് എന്നൊരു സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല, ആ ബന്ധം മറയ്ക്കാൻ വേണ്ടിയിട്ടാ. അച്ഛാ, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു അച്ഛാ. ഇനി ഞാൻ അങ്ങോട്ട് പോകത്തില്ല. അവിടെ ആരുമില്ല. എന്നെ ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ റബ്ബർ ഷീറ്റും നമ്മുടെ മഞ്ഞളും എല്ലാം എടുത്തോണ്ട് വരണോ അച്ഛാ? അച്ഛാ, എന്നെ അവര് ഉപയോഗിക്കൂ അച്ഛാ. അച്ഛാ, അമ്മ, നിങ്ങളെന്തോന്നും മിണ്ടാത്തെ? മിണ്ടുന്നില്ലയോ? മിണ്ടാട്ട മുട്ടിയോ? അപ്പൊ എന്റെ ഭാഗത്തായിരിക്കും തെറ്റല്ലയോ? എന്നാ ഞാൻ പോയേക്കാം. ശരി, പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരാം. ശരി എന്നാ. അടുക്കളയുടെ കുറ്റിയിട്ടിട്ടില്ലായിരുന്നല്ലേ? മറന്നുപോയി. അടുത്ത എപ്പിസോഡിൽ ഓർക്കണേ. മറക്കത്തില്ല. ഞാൻ പെരക്കകത്തോട്ട് കയറുന്നില്ല. നീ വരുന്നുണ്ടോ? ഞാൻ മടുത്ത്. നീ ഇനി വരണ്ട, നീ ഇവിടെ നിന്നു. ഈ ബ്രഷ് നീ എടുത്തോ. ഇതിന്റെ പേര് പിണങ്ങല്ലേ? ഒന്ന് ഇറങ്ങി വാ ഇങ്ങോട്ട്. എടി, ഇവരെയും കൊണ്ട് പറയിക്കാതെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാടി. നീ ഒന്ന് എന്റെ ജീവിതകാലത്ത് നിന്നെ ഞാൻ വന്ന് വിളിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. എടി, നിനക്കിപ്പോ എന്തോ വേണ്ടേ? ഐസല്ലയോ? 1 or 2 ഞാൻ മേടിച്ചു തരാം. മറന്നു പോയിട്ടാ. ഒന്ന് ഇറങ്ങി വാ. മോളെ, എന്തോ അമ്മേ? മോളാണോ അമ്മ അരച്ചു വെച്ച ചമ്മന്തി എടുത്ത് കഴിച്ചത്? ആന്നമ്മേ, വിശന്നിട്ടാ. യോ, എന്തിനാ മോളെ എടുത്ത് കഴിച്ചേ? മോക്ക് ഇന്നലത്തെ മീൻകറിയും മോരുകറിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അമ്മയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് കൊണ്ടല്ലയോ അമ്മ പറഞ്ഞത് ആ ചമ്മന്തി എടുത്ത് കഴിക്കല്ലേ എന്ന്? അതെന്തോ അമ്മേ, ഞാൻ പഴകിയ സാധനം കഴിച്ച് വയറ് കീത്തേക്കണമെന്നാണോ അമ്മ പറയുന്നത്? യോ, ഇന്നലത്തെ കഴിക്കണമെന്നല്ല മോളെ പറഞ്ഞ. അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണോണ്ടാ അമ്മ പറഞ്ഞത് ആ ചമ്മന്തി അവിടെ വെച്ചേക്കണേന്ന് പറഞ്ഞത്. അതിപ്പോ ഞാനിപ്പോ കഴിച്ചു പോയില്ലയോ അമ്മേ? എന്നാ മോളൊരു കാര്യം ചെയ്യ്, അമ്മയ്ക്ക് ചമ്മന്തി അരച്ചു വയ്യ. കരകല്ലേൽ അരച്ചാൽ മതി, മിക്സിക്കകത്ത് അരക്കണ്ട. എനിക്ക് അരകല്ലേൽ അരയ്ക്കാൻ അറിയത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാവല്ലോ. അതിനെന്തോ മോളെ അറിയുന്നേ? അമ്മയ്ക്കല്ലേ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് ആക്കിയാൽ പോരായോ അരയ്ക്കുന്നത്? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടായോ? അമ്മയ്ക്കറിയാമെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അങ്ങ് അരച്ചൂടെ? യോ, അമ്മ അരച്ചു വെച്ചതല്ലയോ മക്കളെ നീ എടുത്ത് കഴിച്ചത്? അമ്മയ്ക്ക് ധൃതി ആയതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞു ഒന്ന് അരച്ചു വെച്ചേക്കാനേ? എനിക്കറിയത്തില്ല അമ്മേ. ഓ, അതെന്തോ മക്കളെ അറിയുന്നേ? മക്കൾ അറിയാവുന്ന പോലെ അങ്ങ് അരച്ചു വെച്ചാൽ മതി. മിക്കവാറും എക്സ്റേ എടുക്കേണ്ടി വരും. എല്ലോടും ഞാൻ തോന്നുന്നു മനഃപൂർവ്വം തള്ളിയിട്ടതാ. മനഃപൂർവ്വം തള്ളിയത് തന്നെ. എൻ്റെ തല ചെന്നിടിച്ച് ഞാൻ കോമയിലായി കഴിഞ്ഞാൽ അവർക്ക് നിമിഷം കെട്ടിക്കാമല്ലോ. ഞാനിതെല്ലാരെയും വിളിച്ച് പറയും എൻ്റെ ഫോൺ എന്തി? അച്ഛാ, അച്ഛാ, എൻ്റെ അമ്മായിയമ്മ എന്നെ തല്ലി അച്ഛാ. ചമ്മന്തിയുടെ പേര് തല്ലി അച്ഛാ. അമ്മേ, അമ്മേ, അച്ഛാ, ഇച്ചിരി പോകുന്ന ചമ്മന്തിയുടെ പേരിൽ അമ്മായിയമ്മ എന്നെ ഒറ്റപ്പെടുത്തി. ആ വീട്ടിൽ എനിക്ക് ആരും ഇല്ല. അച്ഛാ, നിങ്ങൾ എവിടാ നിങ്ങള്? അച്ഛാ, അച്ഛാ, അച്ഛാ. പാവം എൻ്റെ അച്ഛൻ വയ്യാതെ കിടക്കുമായിരിക്കും. മനസ്സ് വിഷമിപ്പിക്കുന്നൊന്നും പറയണ്ട. അച്ഛാ.
അച്ഛാ അച്ഛാ എന്നെ ആർക്കും ഇഷ്ടമല്ല അച്ഛാ. വീട്ടിലെ അമ്മയമ്മ ഭയങ്കര സാധനം അച്ഛാ. എന്നെ ഓരോ കാര്യത്തിന് വേളം ഉണ്ടാക്കുക അച്ഛാ. അച്ഛാ എന്നെ അച്ഛാ. என்னம்மா டிஸ்டர்ப் பண்ற? താനാരാടോ? நான் வந்து பாண்டி கரிம்பார முனியாண்டி. இங்க யாரு? താനെന്താ എവിടെ? இது ஏன் வீடம்மா? എന്റെ വീടോ? കള്ളം പറയരുതോ. കള്ളൻ കള്ളൻ അച്ഛാ കള്ളൻ കള്ളൻ. ഹലോ അച്ഛാ, നിങ്ങൾ എവിടാ? നമ്മുടെ വീട്ടിൽ കള്ളം കയറി. അത് കള്ളന്മാരല്ല മോളെ, ഞങ്ങൾ ആ വീട് വാടകയ്ക്ക് കൊടുത്തു. നിനക്ക് ഞങ്ങൾ അടുത്തുള്ളതിന്റെ അഹങ്കാരമായിരുന്നു, അഹങ്കാരം. എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഓടി അങ്ങോട്ട് കയറി വരും. ഇനി ആ പരിപാടി നടക്കത്തില്ല കേട്ടല്ലോ. ഇനി കുറച്ച് ദിവസം ഞങ്ങൾ ആ വീട്ടിലില്ല മോളെ. നിങ്ങളിപ്പോ ശരിക്കും എങ്ങോട്ടാ പോന്നേ? ആ ഇപ്പൊ പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് വേണം അങ്ങോട്ട് വലിഞ്ഞു കയറി വരാന്. വീട്ടിൽ കയറി പൊടി പെണ്ണേ. പൊക്കെ ധൈര്യമായിട്ട് പോയി ഞാൻ അങ്ങോട്ട് വരിക കണ്ട മോളെ. അതാണ് വണ്ടി വണ്ടി. ഇനി ഞാൻ എങ്ങോട്ട് പോവും? ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇവിടെ ആരും ഇല്ലല്ലോ. ഇത് പന്ന വീടാ, നമ്മുടെ നല്ല വീട്. ആന്നോ? എന്റെ ചേട്ടനാ.